അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. a plus b plus c equal to 0, abc equal to 12. Find aq plus bq plus cq. ഇതിനൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? a plus b plus c 0 ആണെങ്കിൽ a plus b plus c 0 ആണെങ്കിൽ aq plus bq plus cq equal to 3abc. ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു ഇക്വേഷനാണ്. a plus b plus c equal to 0 ആണെങ്കിൽ aq plus bq plus cq equal to 3abc. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതാണ്. നമുക്ക് എ ബി സി തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? 3 ഇൻറ്റു എ ബി സി എത്ര? 12. ആൻസർ എത്ര? 36. ഒരു സ്റ്റെപ്പിൽ ആൻസർ കിട്ടി. ഇനി നിങ്ങളോട് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ് തരുന്നത്. ഇതേപോലെ എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് സി ക്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നിങ്ങളുടെ ഇക്വേഷൻ എന്താണ്? ഇത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിയത്തില്ല, ഇപ്പോൾ ഇങ്ങനെ 2 ഇക്വേഷൻ തരുവാണ്, നിങ്ങളുടെ ആൻസർ കണ്ടുപിടിക്കാൻ പറയുവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ട്രിക്ക് ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. 2 ഇക്വേഷൻ ഉണ്ട്, 3 വേരിയബിൾസ് ഉണ്ട്, എയും ബിയും സിയും. അപ്പോൾ 3 വേരിയബിൾസും 2 ഇക്വേഷനും ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് സോൾവ് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഓരോ വേരിയബിളിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന ഒരു വേരിയബിൾ, അതിപ്പോൾ ഏതായാലും എയോ ബിയോ സിയോ ഏതിനേലും നമുക്ക് ഇഷ്ടമുള്ള ഒരു വാല്യൂ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ വാല്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു വാല്യൂ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഇക്വേഷനിൽ വേരിയബിൾ സിക്ക് ഞാൻ 0 എന്ന് കൊടുത്തു. 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 0 ആവും. അപ്പോൾ എ പ്ലസ് ബി 0 ആയി. പക്ഷേ എ ഇൻറ്റു ബി ഇൻറ്റു 0 ആണ്. അപ്പോൾ 0 ഈക്വൽ ടു ഉള്ളതെന്ന് വരും. അങ്ങനെ നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, വാല്യൂ കൊടുക്കുമ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ കൊടുക്കണം. സിക്ക് 1 കൊടുത്തു നോക്കാം. സിക്ക് 1 കൊടുത്തു. സിക്ക് 1 കൊടുക്കുമ്പോൾ എ പ്ലസ് ബി എന്താവും? -1 ആവും. എ ബി എന്താവും? 12 ആവും. കാരണം സിക്ക് 1 കൊടുത്തു, അപ്പോൾ എ ബി 12 ആയി. അപ്പോൾ ഇത് 12 ആയി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എന്താവും? എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് 1 ആവും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇത് കിട്ടി, ഇത് കിട്ടി, ഇത് കിട്ടി. ഇനി നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബിൻ്റെ ഇക്വേഷൻ എഴുതാം. എ ക്യൂ പ്ലസ് ബി ക്യൂ പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എഴുതിയല്ലോ. നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ഇതാണ്, എ ക്യൂ പ്ലസ് ബി ക്യൂബ്. അത് അതേപോലെ എടുത്ത് എഴുതി. ബാക്കി എന്തൊക്കെയുണ്ട്? എ പ്ലസ് ബി എന്താണ്? -1 ആണ്. -1ൻ്റെ ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എ ബി എന്തുമാണ്? 12. എ പ്ലസ് ബി -1. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് 35 എന്ന് കിട്ടും. നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 1 ആണ്. അപ്പോൾ 35 പ്ലസ് 1 36. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യമില്ല, കാരണം നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിയാം. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ വേരിയബിൾസ് തന്നിട്ട് 2 ഇക്വേഷൻ തന്ന് 3 വേരിയബിളും തന്നിട്ട് ആൾജിബ്ര ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ഇതേപോലെ വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻഡേർഡ് വാല്യൂ ഓർത്തിരിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഈ ട്രിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൊടുക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇതുപോലെ എ ബി സി എന്നൊരു ട്രയാങ്കിൾ ഉണ്ട്, അതിന് ഇൻ സെൻറ്റർ ഐ എന്ന് തന്നിട്ടുണ്ട്. ബി ഐ സി എന്ന ആംഗിൾ 107 തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ബി എ സി, ഈ ഒരു ആംഗിളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇതും എസ് എസ് സിക്ക് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇൻസെൻറ്റർ എന്താണ്? ഇൻസെൻറ്റർ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബൈസെക്ടേഴ്സ് ജോയിൻ ചെയ്യുന്ന പോയിന്റിനെയാണ് ഇൻസെൻറ്റർ എന്ന് പറയുന്നത്. അതാണ് ഐ എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻസെൻറ്റർ തന്നിരുന്നാൽ ഇതേപോലെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ആംഗിൾ ബി ഐ സി ഈക്വൽ ടു 90 പ്ലസ് ഇതിപ്പോൾ എ ആയതുകൊണ്ട് a/2. അപ്പോൾ ബി ഐ സി തന്നിട്ടുണ്ട് 107 ഈക്വൽ ടു 90 പ്ലസ് a/2. അപ്പോൾ എ എന്ത് കിട്ടും? 17 × 2 34 ഡിഗ്രി എന്ന് കിട്ടും. 34 ഡിഗ്രിയാണ് എ. അപ്പോൾ ഇൻസെൻറ്റർ തന്നിരുന്നാൽ എങ്ങനെ എ എന്ന ആംഗിൾ കണ്ടുപിടിക്കുന്നത് മനസ്സിലായി. ഇനി നിങ്ങളോട് പറയുവാണ്, ഇപ്പോൾ ഇൻസെൻറ്റർ എന്തുവാണ്? ഇന്റേണൽ ബൈസെക്ടർ ആണ്. അതുപോലെ എക്സ്റ്റേണൽ ബൈസെക്ടർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ആംഗിൾ ഇപ്പോൾ ഇതേപോലെ 107 തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ എ കണ്ടുപിടിക്കാൻ പറയുന്ന ഇക്വേഷൻ ആംഗിൾ ഇപ്പോൾ ഐ ഡാഷ് എന്ന് കഴിഞ്ഞാൽ ബി ഐ ഡാഷ് സി ഈക്വൽ ടു 90 മൈനസ് a/2. 90 മൈനസ്, ഇവിടെ 90 പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ 90 മൈനസ്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ചോദിക്കാറുണ്ട്. അതായത് എ ബി സി എന്ന ട്രയാങ്കിളിൽ നിന്ന് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ എക്സ്റ്റേണൽ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇൻസെൻറ്റർ ആണ്. അപ്പോൾ അത് ആംഗിൾ 107 ആണെങ്കിൽ
ആംഗിൾ എ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്റേണൽ ബൈസെക്ടറിന്റെ ഇക്വേഷൻ പഠിച്ചോളുക, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ബൈസെക്ടറിന്റെ ഇക്വേഷൻ പഠിച്ചോളുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്നായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എടുക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 729, 901 ഗീവ്സ് റിമൈൻഡർ 9 and 5 റെസ്പെക്റ്റീവ്ലി. അതായത് ഏതൊരു നമ്പർ കൊണ്ടാണ്, ഏറ്റവും വലിയ ഏതൊരു നമ്പർ കൊണ്ടാണോ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 9 ഉം 5 ഉം കിട്ടുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലാർജസ്റ്റ് നമ്പർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാം HCF കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് HCF കണ്ടുപിടിക്കരുത്. ആദ്യം നിങ്ങൾക്ക് ആ നമ്പറിൽ നിന്ന് റിമൈൻഡർ മൈനസ് ചെയ്യുക. അപ്പോൾ 729 നിന്ന് 9 കുറച്ചു, അപ്പോൾ 720 കിട്ടി. 901 നിന്ന് 5 കുറച്ചു, 896 കിട്ടി. ഇനി ഇതിന്റെ HCF വേണം കണ്ടുപിടിക്കാൻ, അതായിരിക്കും ലാർജസ്റ്റ് നമ്പർ. അപ്പോൾ ഇതിന്റെ HCF കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞു തന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് ഫാക്ടേഴ്സ് ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ മനസ്സിലാകും. ഏറ്റവും വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര വരെ ഡിവൈഡ് ചെയ്യണം? റിമൈൻഡർ 0 ആകും വരെ. അപ്പോൾ എപ്പോഴാണോ 0 ആകുന്നത് അതിൽ ഡിവൈസർ ആയിരിക്കും നിങ്ങളുടെ HCF. ഞാനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ 896 ഡിവൈഡഡ് ബൈ 720. അപ്പോൾ 1 കൊണ്ട് പോകും, 6, 7, 1, അപ്പോൾ 176 വരും. അപ്പോൾ 726 ബൈ 176 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 704 വരും, 16 റിമൈൻഡർ വരും. അപ്പോൾ വീണ്ടും അതുപോലെ ഡിവൈഡ് ചെയ്യുക. 176 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1, 16, 16. അപ്പോൾ എത്ര വരും? 0 റിമൈൻഡർ വന്നു. അപ്പോൾ HCF എത്ര? 16 HCF എന്ന് വരും. ഇതുപോലെ എളുപ്പത്തിൽ നിങ്ങൾക്ക് HCF കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ HCFിന്റെ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ HCF കണ്ടുപിടിക്കാനുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ നോക്കി ക്ലിയർ ആയിട്ട് മനസ്സിലാകാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: 15 men can complete 1/3 of the work in 7 days. How many men required to complete the remaining work in 5 days? അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ്? M1 into D1 by W1 equal to M2 into D2 by W2. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ M1 എന്തുവാണ്? 15. D1 എന്തുവാണ്? 7 ദിവസം എടുത്തു. വർക്ക് എത്ര? 1/3. ടോട്ടൽ വർക്ക് 3 ആണെങ്കിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ M2 നമുക്ക് അറിയത്തില്ല. ഇൻറ്റു D2 5 ബൈ W2 എന്തുവാണ്? റിമൈനിങ് വർക്ക്. അപ്പോൾ ഒരു വർക്ക് 3-ൽ ഒരു വർക്ക് ഇവിടെ ചെയ്തു, ബാക്കി എത്ര വർക്ക് ഉണ്ട്? 2 വർക്ക്. അപ്പോൾ M2 എന്ത് കിട്ടും? 5 കൊണ്ട് ക്യാൻസലായി 42 men എന്ന് കിട്ടും. 42 പേര് വേണം റിമൈനിങ് വർക്ക് 5 ദിവസം കൊണ്ട് തീർക്കാനായി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: എ പേഴ്സൺ ട്രാവൽസ് 52 കിലോമീറ്റർ അറ്റ് 65 km/h സ്പീഡ്, 48 km at 40 km/h സ്പീഡ്. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ്. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇക്വേഷൻ എന്താണ്? 2 into S1 into S2 divided by S1 plus S2. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ മാത്രം, അല്ലേ? ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി, ആവറേജ് സ്പീഡ് കിട്ടും. പക്ഷേ ഇവിടെ ഡിസ്റ്റൻസ് സെയിം ആണോ? അല്ല. 52ഉം 48ഉം ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെ വരുന്ന കേസിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 52ഉം 48ഉം 100 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടൈം എന്ന് പറയുന്നത് എന്താണ്? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ 52 കിലോമീറ്റർ 65 സ്പീഡിൽ പ്ലസ് 48 കിലോമീറ്റർ 40 സ്പീഡിൽ. അപ്പോൾ ആവറേജ് സ്പീഡ് ഇക്വേഷൻ മനസ്സിലായല്ലോ. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ 2 into S1 into S2 by S1 plus S2. ആവറേജ് സ്പീഡ് ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ ഈസ് 60 ഡിഗ്രി. ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദ പോളിഗൺ. ആ പോളിഗണിൽ എത്ര സൈഡ് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കറിയാം എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ പോളിഗൺ എന്തുവാണ്? ഈക്വൽ ടു 360 by n ആണ്. ഓരോ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 by നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ 16 തന്നിട്ടുണ്ട്, അതുപോലെ 360 by n. അപ്പോൾ n എത്ര? 6 സൈഡുള്ള പോളിഗൺ എന്ത് വിളിക്കും? ഹെക്സഗൺ. അപ്പോൾ n 6 ആണ്. അപ്പോൾ എത്ര സൈഡ് ഉണ്ട്? 6 സൈഡ്. അപ്പോൾ സം ഓഫ് ഓൾ എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് പോളിഗൺ എന്തുവാണ്? 360 ഡിഗ്രി. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സം ഓഫ് ഓൾ ഇന്റീരിയർ ആംഗിൾസിന്റെ ഇക്വേഷൻ ചിലപ്പോൾ ചോദിക്കാം. സം ഓഫ് ഓൾ ഇന്റീരിയർ ആംഗിൾസിന്റെ ഇക്വേഷൻ എന്തുവാണ്? n-2 into 180 ഡിഗ്രി. ഇപ്പോൾ നമുക്ക് സപ്പോസ് ഒരു ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിളിന്റെ
സം ഓഫ് ഓൾ ഇന്റീരിയർ ആംഗിൾസ് എന്താണ് 180 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ്. നമുക്ക് ഈ ഇക്വേഷൻ വെച്ച് ആ ഒരു 3 സൈഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. n-2 × 180 എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഓൾ ഇന്റീരിയർ ആംഗിൾസ്. അത് എത്രയാണ്? അതും 180 ആണ് അല്ലേ. അപ്പോൾ ഈ 180 ക്യാൻസൽ ആയി 1 വരും. അപ്പോൾ n ഈക്വൽ എന്ന് വരും 3 എന്ന് വരും. അപ്പോൾ 3 സൈഡ് അല്ലേ പോളിഗൺ. അപ്പോൾ ഇങ്ങനെയാണ് സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് എന്നിരുന്നാൽ എത്ര സൈഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിളും ഇന്റീരിയർ ആംഗിളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. x + 1/x എന്ന് പറഞ്ഞാൽ 5 ആണ്. x³ + 1/x³ എത്രയാണ്? അപ്പോൾ ഇതിന് ആൻസർ കണ്ടുപിടിക്കും മുന്നേ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഏതൊക്കെയെന്ന് നോക്കാം. x + 1/x ഇപ്പോൾ a ആണെങ്കിൽ x² + 1/x² എന്താണ്? a² - 2. x³ + 1/x³ എന്താണ്? a³ - 3a. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കണം. ഇതുപോലെ തന്നെ x - 1/x a ആണ്. അപ്പോൾ x² - 1/x² എന്ത് വരും? a² + 2. അതുപോലെ x³ + 1/x³ a³ + 3a. ഇതും കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആവശ്യം വരും. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് x³ + 1/x³ ആണ്. അതെന്തുവാണ്? 5 ആണ് ഇവിടെ a. അപ്പോൾ 5³ - 3 × 5 എത്ര വരും? 125 - 15 എന്ത് വരും? 110 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 110. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.